വയറ് നിറച്ച് കുഴൽനാടനെ വഴിയിൽ തടഞ്ഞ് മൗദൂദികൾ തെറി പൂരം നടത്തിയപ്പോൾ അഥവാ തെറി പൊങ്കാലയിട്ടപ്പോൾ നിന്ന നിപ്പിൽ മലക്കം മറഞ്ഞു. ആ ദൃശ്യമൊക്കെ വ്യാജമാണത്രേ. അത് പഴയ ദൃശ്യമാണ്, അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് പ്രചരിപ്പിക്കുന്നതാണത്രേ. അതും പോരാഞ്ഞിട്ട് ലീഗ് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്ന രീതിയിലുള്ള പ്രതികരണത്തിന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും കുഴൽനാടനെ എടുത്തിട്ട് അലക്കിയപ്പോ വരണ്ട് മുള്ളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒടുവിൽ അന്ത്യശാസനം കൊടുത്തു. ഇന്നത്തോടെ ലൈവിട്ട് ഇത് രണ്ടിനെയും നിരാകരിച്ചില്ലെങ്കിൽ കച്ചവടം പൂട്ടുമെന്ന് പറഞ്ഞപ്പോ നോക്കിയേ, ലീഗിനെ പതപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. നാണം കെട്ട ഇടപാടായിപ്പോയി. നമസ്കാരം പ്രിയമുള്ളവർ, ചെറിയ ആത്മസംഘർഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ പല ഭാഗങ്ങളിൽ നിന്നും, ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ എന്നെ പലരും വിളിച്ച് എന്താണ് മണ്ഡലത്തിൽ സംഭവിച്ചത്, നന്ദി പര്യടന സമയത്ത് പ്രവർത്തകരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. ഇന്നലെ രാത്രി മുതൽ ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കണ്ടു. ഞാൻ നന്ദി പര്യടനം നടത്തുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളുടെ പേരിൽ പ്രവർത്തകർ തടഞ്ഞു എന്ന പേരിൽ ഞാൻ പിന്നീട് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, തെരഞ്ഞെടുപ്പ് പര്യടന സമയത്ത് ലീഗിലെ ഒരു വിമതൻ ജയിച്ചിരുന്ന സ്ഥലത്തെത്തിയപ്പോൾ അയാൾ നൽകുന്ന സ്വീകരണവുമായി ബന്ധപ്പെട്ട് ലീഗിലെ പ്രവർത്തകർ തമ്മിലുണ്ടായ ചെറിയ ഒരു വാക്ക് തർക്കം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പരിഹരിച്ച് ഞങ്ങളുടെ പര്യടനവുമായി മുന്നോട്ട് പോയ ആ സംഭവത്തിന്റെ വീഡിയോ ഇപ്പോൾ എടുത്തിട്ട് ഇത് നന്ദി പര്യടനത്തിലെ സംഭവമാണ് എന്ന് പറഞ്ഞ് ഏതോ കേന്ദ്രങ്ങളിൽ നിന്നും ഇതുപോലെ പ്രചരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ മാത്രമല്ല, പല MLA-മാരും അല്ലെങ്കിൽ പല കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രതിസന്ധിയിലാക്കുന്നത് പോലുള്ള ഇതുപോലെ വ്യാജ പ്രചരണങ്ങൾ കുറച്ച് ദിവസങ്ങളായി നടക്കുകയാണ്. വളരെ പ്രയാസം തോന്നുന്ന കാര്യം, ഈ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയ സമയം മുതൽ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാക്കളെയും MLA-മാരെയും ഒക്കെ ഇകഴ്ത്തി കാണിക്കാൻ ആസൂത്രിതമായ ഒരു ശ്രമം നടക്കുന്നു. ഇതെന്തിനു വേണ്ടി നടക്കുന്നു? ഇത് സ്വാഭാവികമായിട്ടും ഇത് പാർട്ടിയെയും നമ്മുടെ പ്രവർത്തകരെ എല്ലാം ദുർബലപ്പെടുത്തും എന്നതെല്ലാവരും തിരിച്ചറിയണം. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ ഒരു പരാമർശം ഇന്നലെയാണ് ഞാൻ അത്രയേറെ ഗൗരവത്തിൽ അതെന്റെ ശ്രദ്ധയിൽ ഏതാനും ലീഗ് നേതാക്കന്മാർ കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ അഭിപ്രായം അവർ തീർച്ചയായിട്ടും ആ സമയത്ത് ഒരു പത്രക്കാരന്റെ ചോദ്യം, മുസ്ലിം ലീഗ് VD സതീശിനു വേണ്ടി കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറയുന്നു, ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവരങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ ആ ലീഗിന്റെ പൊസിഷനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു വീഡിയോ അതെടുത്തിട്ട് ഞാൻ സാദിഖ് അലി തങ്ങൾ പറഞ്ഞ ഏതോ കാര്യത്തെ നിഷേധിച്ചു അല്ലെങ്കിൽ അതിനെതിരായി പറഞ്ഞു എന്ന രീതിയിൽ പ്രചരണം നടത്തുന്നതാണ്. മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ പോലും ഇങ്ങനെ പ്രചരിപ്പിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നുവെന്ന് അറിയില്ല. ഏതോ അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും ആസൂത്രിതമായി ഇല്ലാ കഥകൾ മെനഞ്ഞുവിടുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ പലരും ഇത് സത്യമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വീഡിയോ സത്യമാണെന്ന് വിചാരിച്ച് തന്നെ പലരും വിളിച്ചിരുന്നു. ഇതുപോലുള്ള വ്യാജ പ്രചരണങ്ങൾ നമ്മൾ കുടുങ്ങിപ്പോകരുത്. ഒരു മികച്ച വിജയത്തിന് ശേഷം പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർക്കുന്ന നടപടികൾ നമ്മുടെ ആരുടെയും ഭാഗത്തുനിന്നുണ്ടാകരുത് എന്നുള്ള വിനയപുരസ്സരമായ ഒരു അഭ്യർത്ഥനയാണ് ഉള്ളത്. ഇതൊരു നല്ല രീതിയല്ല, ശരിയായ രീതിയല്ല. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ പോകാൻ എല്ലാവരും തയ്യാറാകണം. നമ്മുടെ പ്രവർത്തകരുടെ മനസ്സ് മടിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. കൊടുക്കേണ്ടത് പോലെ കൊടുത്താൽ ഏത് വ്യക്തിയായിരുന്നാലും ശരി ഉടനടി താഴെ വരും. ആ നിലയ്ക്കാണ് KC വേണുഗോപാലിനെ പിന്തുണച്ച് വാചകം പറഞ്ഞ മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തിന് മൂവാറ്റുപുഴയിൽ ഉൾപ്പെടെ ലീഗിന്റെ മറവിൽ നിൽക്കുന്ന മൗദൂദികളും സുഡാപ്പികളും പിന്തുണച്ചതും അത് വിസ്മരിക്കാൻ കഴിയില്ല. അതെങ്ങാനും തള്ളിപ്പറഞ്ഞ് അവരുടെ വികാരമുണർന്നാൽ ഇപ്പോ വഴി തടഞ്ഞതേ ഉള്ളൂ. വഴി തടഞ്ഞെങ്ങനെ? വണ്ടിയുടെ മുകളിൽ കയറി നിന്ന് വിരൽ ചൂണ്ടി മാത്യു കുഴൽനാടനെ താക്കീത് ചെയ്തത് പഴയ ദൃശ്യമാണെന്നൊക്കെ പറയാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ, അത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരെയും മണ്ടന്മാരാക്കുകയാണ്. എന്തായാലും കോൺഗ്രസ്സുകാരെ ചൂണ്ടി നിർത്തി മുള്ളിച്ചുകൊണ്ട് ലീഗ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു രീതി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു എന്ന് സർക്കാർ രൂപീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് ലീഗിനെതിരെ കമാ ശിവ എന്നൊരു അക്ഷരം മിണ്ടിയാൽ ഓരോ കോൺഗ്രസ് നേതാക്കന്മാരെയും തെരുവിലിട്ട് അലക്കി അവരെ കൊണ്ട് മുട്ടുമടക്കിച്ച് മാപ്പ് പറയിക്കുന്ന അവസ്ഥയിലെത്തിയെന്ന് ഈ പ്രതികരണം തെളിയിക്കുന്നുണ്ട്. പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ താൻ പറഞ്ഞ വാക്കിനെ വളച്ചൊടിച്ചതാണെന്ന് ആരെ തൃപ്തിപ്പെടുത്താനാണ് പറയുന്നത്? മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാചകങ്ങൾ വെച്ചിട്ട് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവും ലീഗ് ഉന്നയിക്കുന്ന VD സതീശന്റെ കാര്യം
കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണെന്നും അതിൽ കയറി ഇടപെടണ്ട എന്ന രീതിയിൽ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയ കുഴൽനാടൻ പിന്നെ ഏറിലേക്ക് പോയിട്ട് താഴെ വന്നതിന് ശേഷമുള്ള ഈ മനംമാറ്റവും ഈ മാറ്റിപ്പറച്ചിലും തെളിയിക്കുന്ന കാര്യം എന്താണ്? കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം ലീഗിന്റെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കേണ്ട ഗതികേടിലെത്തി എന്നാണ്.